അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്നലെ അച്ഛൻ പങ്കുവച്ചിരുന്നു. ഇന്നലത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ സാധിച്ചവർ ഒന്ന് കരമുയർത്താവോ? യെസ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കേട്ടിട്ടില്ലാത്തവർ കേട്ടവരോട് ചോദിക്കും. ഈശോയുടെ അമ്മത്രേസ്യയുടെ കയ്യിൽ ഈശോയുടെ ഹൃദയമുണ്ട്. ആ ഹൃദയം നമുക്കറിയാം. 3 കാര്യങ്ങൾ ആവർത്തിക്കട്ടെ. ഈശോയുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? ജ്വലിക്കുന്ന ഹൃദയമാണ്. 2, അപ്പം എന്തിനു വേണ്ടി ജ്വലിക്കുന്ന ഹൃദയമാണ്? സ്നേഹത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി, അതുപോലെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന ഹൃദയമാണ്. നമ്മുടെ ഹൃദയം ജ്വലിക്കാറുണ്ടോ? ചില നേരത്ത് ചില ആൾക്കാർ ജ്വലിച്ച് നിൽക്കുന്നത് കത്തി നിൽക്കുന്നത് കാണാറുണ്ട്. അത് ദൈവസ്നേഹത്തെ പ്രതി കത്തി നിൽക്കുന്നതാണോ എന്ന് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൃദയം പല കാര്യങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്നത് അവസാനിപ്പിച്ച് ദൈവസ്നേഹത്തെ പ്രതിയും പരസ്നേഹത്തെ പ്രതിയും ജ്വലിച്ച് നിൽക്കുന്ന ഒരു ഹൃദയമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈശോയുടെ ഹൃദയം മുൾക്കിരീടം ചൂടിയ ഹൃദയമാണ്. എന്താണ് മുൾക്കിരീടം സൂചിപ്പിക്കുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ആ ഈശോയുടെ മുറിവുകൾ, അത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ളതാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്കാണ് മുള്ള് തറച്ച് കയറുന്നത്, തുളഞ്ഞു കയറുന്നത് എന്ന് നമുക്ക് ധ്യാനിക്കുകയും നമ്മെ ഇത്രമാത്രം നമുക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയത്തിലേക്കാണ് നമ്മൾ മുള്ളടിച്ച് കയറ്റുന്നത് എന്നത് നമ്മെ കൂടുതൽ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. 3-മതായി കുരിശ് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ 3-മത്തെ അടയാളം അതിൽ കുരിശുള്ള ഹൃദയമാണ്. എന്താണ് കുരിശ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ മഹത്വമാണ്, രക്ഷയാണ്, ദൈവനീതിയാണ് കുരിശ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മെ മഹത്വപ്പെടുത്തുന്ന ഹൃദയമാണ്, നമ്മെ സ്നേഹിക്കുന്ന ഹൃദയമാണ്. മറ്റൊരു ചിന്ത കൂടെ ഉള്ളത്, നമ്മോട് ഐക്യപ്പെട്ടിരിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതീകമാണ് ഈശോയുടെ ഹൃദയം. ഒന്ന് പറഞ്ഞേ, നമ്മോട് ഐക്യത്തിലായിരിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ അടയാളമാണ് ഈശോയുടെ ഹൃദയം. അപ്പോൾ നമ്മോട് ഐക്യപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ ആഗ്രഹം നമുക്ക് നമ്മുടെ ഹൃദയം തിരിച്ചു കൊടുത്തുകൊണ്ടാണ്. ഈശോ തൻ്റെ ഹൃദയം നമുക്ക് തരുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ആ ഹൃദയ കൈമാറ്റം നടത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ജ്വലിച്ചെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ പ്രതിയുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. കണ്ണുകളടച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയുടെ ഈ സ്നേഹത്തെ അവഗണിച്ച സമയങ്ങളെ ഓർത്ത്, വിലമതിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത്, ഈശോയുടെ സ്നേഹത്തിന് പകരം നമ്മൾ തിന്മ പകരം നൽകിയതിനെ ഓർത്ത് നമുക്ക് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് പാപപരിഹാരം ചെയ്യാം.